ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകാനായിട്ട് നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് തടസ്സമുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ നമ്മുടെ ഓവറീസിൻ്റെ ഒരു ഡെഫിഷ്യൻസി, ഓവറീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഡെഫിഷ്യൻസീസ് ഉണ്ടാവുക, നമ്മുടെ യൂട്രസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെയും ജോയിൻ ചെയ്യിപ്പിച്ച് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് മാത്രം ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ആ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരാണെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെന്റ്സ് എടുക്കാത്തവരാണെങ്കിലും പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് ഒരുപാട് നാളുകളായിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടാത്തവരാണെങ്കിലും ഈ ടിപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് വിറ്റമിൻ B6 പറ്റിയിട്ടാണ്. ബി വിറ്റമിൻ കാറ്റഗറിയിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ B6 നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപാട് തരത്തിൽ നമുക്ക് പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു. ഒരു വിറ്റമിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ് ഈ വിറ്റമിൻ എടുക്കുന്നത് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡോക്ടർ നമുക്ക് തരുന്ന മെഡിസിൻസിലും ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് വിറ്റമിൻസിന്റെ മെഡിസിൻസ് ഡോക്ടേഴ്സ് തരും. കാരണം വിറ്റമിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് അതിനേക്കാൾ ഉപരി ഒരുപാട് ഇമ്പോർട്ടൻസ് സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും ഉണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കാം കേട്ടോ. വിറ്റമിൻ B6 എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇത് നമ്മളുടെ ശരീരത്തിലെ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മളുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണുമാണ് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ ഫേസിൽ നമുക്ക് വേണ്ടത് ഈസ്ട്രജൻ ഹോർമോണാണ്. അതായത് ഒരു ഫോളിക്കിൾ വളരാൻ വേണ്ടിയിട്ടും അത് പൊട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് വേണ്ടുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ ഹോർമോൺ. ഈസ്ട്രജൻ ഹോർമോണിന്റെ ആ ഒരു ഓവുലേഷൻ സമയം വരെ ഈസ്ട്രജൻ വേണമെങ്കിൽ അടുത്തൊരു സമയത്ത് നമുക്ക് വേണ്ട ഹോർമോൺ പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കനായി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ് ഒന്ന് ഷെഡ് ആവാതെ മസിൽസ് കോൺട്രാക്ഷൻസ് സംഭവിക്കാതെ ആ പ്രഗ്നൻസിയെ ഒന്ന് പിടിച്ചു കെട്ടി മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. ഈസ്ട്രജൻ ഹോർമോണിന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും ബാലൻസ് കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് PCOD പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈസ്ട്രജൻ ഡോമിനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അണ്ടം വളരുന്നതിന് സമയം കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ലോലി അണ്ടം വളരുകയുള്ളൂ. കൃത്യമായിട്ടുള്ള മൂപ്പ് അതിനുണ്ടാവില്ല. അതുപോലെ സൈസ് ഒരുപാട് കൂടിപ്പോവും. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ലൂട്ടിയൽ ഫേസിന്റെ ലെങ്ത് കുറയും. ലൂട്ടിയൽ ഫേസിന് കൃത്യമായിട്ട് ലെങ്ത് കിട്ടിയിട്ടില്ല എങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കനായി വളരാനായിട്ട് സാധിക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ആ പ്രഗ്നൻസി നഷ്ടമായി പോകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്ട്രജനും പ്രൊജസ്ട്രോണിന്റെ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ B6 സഹായിക്കുന്നു. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് കൂട്ടുന്നു. സെർവിക്കൽ മ്യൂക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ സമയത്ത് ഉണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഈ സെർവിക്കൽ മ്യൂക്കസിന് നമ്മളുടെ പ്രഗ്നൻസിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഓവുലേഷൻ സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു ഡിസ്ചാർജ് ആണ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന പുരുഷന്റെ സ്പേമിന് ശരീരത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്നത്. കൃത്യമായിട്ട് ശരീരത്തിലോട്ട് ഇത് എൻ്റർ ചെയ്യുമ്പോൾ അതിനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. അത് മാത്രമല്ല, നമ്മളുടെ സ്ത്രീ ശരീരത്തിൽ ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് പുരുഷന്റെ സ്പേം എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അണ്ടം വരുന്നത് വരെ ആ ശരീരത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഒരു ചാർജ് കൊടുക്കുന്നതും ഒക്കെ ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. ഈ സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇല്ലെങ്കിലോ, സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് തിക്കാണെങ്കിലോ, അതായത് ഒരുപാട് സ്പേമിനെ കടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് ആണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിലോ, ഇതുമൂലം നമ്മളിൽ ആ ഒരു സെമന് നിൽക്കാനായിട്ട് സാധിക്കില്ല. സെമൻ നശിച്ചു പോകുന്നതിനും പ്രഗ്നൻസി ഇല്ലാതാവുന്നതിനും കാരണമാവുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓവുലേഷൻ സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. സെർവിക്കൽ മ്യൂക്കസിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ സെർവിക്കൽ മ്യൂക്കസിന്റെ മെഡിസിൻ എടുത്തിട്ട് മാത്രം പ്രഗ്നന്റ് ആയ ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. സെർവിക്കൽ മ്യൂക്കസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും വിറ്റമിൻ B6 സഹായിക്കുന്നു.
അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാവുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ്ങിലാണ് നമ്മുടെ കുഞ്ഞ് പറ്റിപ്പിടിച്ച് വളരുന്നത്. നമ്മുടെ യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിലുള്ള എൻഡോമെട്രിയം നമുക്ക് ഓരോ തവണ പീരിയഡ്സ് ആകുമ്പോഴും ഇത് ഷെഡായി പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഈ എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ തിക്കണല്ല എങ്കിൽ നമ്മുടെ ഒരു യൂട്രസിൽ വന്നിട്ടുള്ള ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന്, അതായത് ബീജസങ്കലനം നടന്നു വന്നിട്ടുള്ള അണ്ടവും ബീജവും തമ്മിൽ ചേർന്നിട്ടുള്ള ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലോ എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ തിക്കണല്ല എങ്കിൽ യൂട്രസ് ഷെഡ് ആവുകയും നമുക്ക് പീരിയഡ്സ് വരികയും ചെയ്യുന്നു. എത്രത്തോളം മുറുകി ആ ഒരു സമയത്ത് ആ ഒരു തിക്കണായിട്ട് അവിടെ നിൽക്കുന്നോ അത്രത്തോളം നമ്മുടെ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ എൻഡോമെട്രിയൽ ലൈനിങ് നമുക്ക് അവിടെ തിക്കണല്ല എങ്കിൽ ആ ഒരു പ്രോസസ്സ് മൂലവും നമുക്ക് പ്രഗ്നൻസി നഷ്ടമാകും. അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ B6 സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിബിഡോ വർദ്ധിപ്പിക്കുന്നു. ലിബിഡോ എന്ന് പറയുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം. സ്ത്രീക്കും പുരുഷനും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലൈഫ് ഹെൽത്തി ആയിരിക്കില്ല. താല്പര്യമുണ്ടെങ്കിലോ നമ്മുടെ ഒരു സെക്സ് ലൈഫ് ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഹാപ്പി ആണെങ്കിൽ ആർക്കോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്നുള്ളൊരു വിചാരം വരാതെ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മൾ മാരേജ് കഴിഞ്ഞ സമയത്ത് എങ്ങനെയാണോ ഇതിനെ എൻജോയ് ചെയ്തത് അതുപോലെ തന്നെ 10 വർഷം കഴിഞ്ഞാലും 8 വർഷം കഴിഞ്ഞാലും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ ലിബിഡോ കൂടുതലായിരിക്കണം, ലിബിഡോ വർദ്ധിച്ചിട്ടുണ്ടാവണം. അതൊന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ B6 നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയൊക്കെ നമുക്ക് വിറ്റമിൻ B6 നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കാമെന്ന് ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഭക്ഷണങ്ങളിലൂടെ ഇത് ശരീരത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബനാന കഴിക്കുന്നത് നല്ലതാണ്. ഏത് ടൈപ്പ് പഴമാണെങ്കിലും നിങ്ങൾ ഒരു ദിവസം ഒരു 3-4 പഴം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അത് രാവിലെ ഒരു പഴം, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പഴം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പഴം കഴിക്കുന്നത്, വൈകുന്നേരം സ്നാക്സിനായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ രാത്രി നമ്മൾ ഭക്ഷണത്തിന് മുൻപൊക്കെ പഴം കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ബനാന എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെങ്കദളിപ്പഴം ഉണ്ട്. അത് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ശരിക്കും നമ്മുടെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെങ്കദളിപ്പഴം എന്ന് പറയുന്നത്. അത് നിങ്ങൾ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അടുത്തായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് മുട്ടയാണ്. മുട്ട നിങ്ങൾ പുഴുങ്ങി കഴിക്കുക. ഒരു ദിവസം നമ്മൾ മഞ്ഞയോട് കൂടിയിട്ട് നമ്മൾ മുട്ട എടുത്ത് കഴിക്കുക. മഞ്ഞയോടും വെള്ളയോടും കൂടി ചേർന്നുകൊണ്ട് നിങ്ങൾ ആ മുട്ട എടുക്കുക. ഒരുപാട് പേര് മുട്ടയിൽ ആ മഞ്ഞയിൽ കഫക്കെട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാറില്ല. ഒരു ദിവസം നിങ്ങളൊരു മഞ്ഞയോട് കൂടിയിട്ട് ഒരു മുട്ടയെങ്കിലും കുറഞ്ഞത് എടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാല് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഗ്ലാസ് എങ്കിലും പാല് നിങ്ങൾ കുടിക്കുക. നല്ല പാല് നിങ്ങൾ മേടിച്ച് കുടിക്കുക കേട്ടോ. അതായത് ഇപ്പോൾ ഡയറിയിൽ നിന്നൊക്കെ പാല് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും. അങ്ങനെയുള്ള പാല് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നല്ല പാല് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ തിളപ്പിച്ച് കുടിക്കുക കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പീനട്ട് കഴിക്കുക. നമ്മൾ കപ്പലണ്ടി കഴിക്കുന്നത് നമ്മളുടെ വിറ്റമിൻ B6 ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പൊട്ടാറ്റോസ് കഴിക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് നിങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഉച്ചക്കത്തേക്ക് സമയത്ത് ഭക്ഷണത്തിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽസ് നമുക്കവിടെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബ്രൗൺ റൈസ് കഴിക്കുക. പിന്നെ നട്ട്സിൻ്റെ കാറ്റഗറിയിൽ അടങ്ങിയിട്ടുള്ള എല്ലാം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നട്ട്സൊക്കെ ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ കലവറയാണ്. നമ്മളത് എടുക്കുമ്പോഴേക്കും ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വാൾനട്ട്, നട്ട്സിൻ്റെ ബെനിഫിറ്റിൽ ഏറ്റവും കൂടുതൽ നല്ലത് വാൾനട്ടാണ്. ഈ വാൾനട്ട് നിങ്ങൾ എടുത്ത് കഴിക്കുന്നതും നിങ്ങളുടെ വിറ്റമിൻ B6 ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫിഷ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ നിങ്ങൾ കഴിക്കുക. അതുപോലെ ചാള, അയല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ബിഗ് ആയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കാതിരിക്കുക. കാരണം അവയിൽ അമോണിയയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടാവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റമിൻ B6 ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ്സ് വിറ്റമിൻ B6 എടുക്കുമ്പോൾ ശരീരത്തിൽ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നവയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഫോർ എക്സാമ്പിൾ ജനുവരിയിൽ നിങ്ങൾക്ക് ജനുവരി 1 നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നതെങ്കിൽ അതിനെ ഡേ 1 ആയിട്ട് എടുക്കുക. ഫെബ്രുവരി 2 നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിൽ അതിനെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് എടുത്ത് നിങ്ങൾ എണ്ണി പറയുക കേട്ടോ. സ്പോട്ടിങ് വന്ന ദിവസം, അതായത് ബ്രൗൺ ഡിസ്ചാർജ് മാത്രം വന്ന ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. എപ്പോഴാണോ ബ്ലീഡിങ് തുടങ്ങിയത് ആ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.